അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ അധ്യായമായ അൽ-ഫീൽ എന്ന് പറയുന്ന സൂറയാണ്. ഇതിന് 5 ആയത്തുകളാണുള്ളത്. ഇത് മക്കയിൽ അവതരിച്ച സൂറയാണ്. ഇവിടെ വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കുവാൻ തയ്യാറെടുത്തു വന്ന ഒരു ആനപ്പട്ടാളത്തെ അള്ളാഹു കഠിനമായി ശിക്ഷിച്ച് പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്ക നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്രപ്രസിദ്ധമായ സംഭവമാണ് ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഫീൽ എന്ന് പറഞ്ഞാൽ ആനയാണ്. ഒന്നാമത്തെ ആയത്തിൽ വന്നിരിക്കുന്ന പദമാണ് ഇതിൻ്റെ ടൈറ്റിലായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു സൂറയാണ്. അത് ആ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. യമൻ എന്ന് പറയുന്ന രാജ്യം സൗദിയുടെ തെക്ക് ഭാഗത്താണ്. അവിടെ ഒരു രാജാവ് ദൂനവാസ്, ആ രാജാവ് നജ്റാനെ ആക്രമിച്ചു. ഈസാ നബിയുടെ അനുയായികളാണ് ഈ നജ്റാനിലുണ്ടായിരുന്നത്. ദൂനവാസ് ഒരു ജൂതനാണ്. ജൂതമതം സ്വീകരിക്കാൻ പറഞ്ഞു. അദ്ദേഹം കുറേ പേരെ കൊന്നു. ആര്? ദൂനവാസ്. ആ കൊല കിടങ്ങിൽ തീയിട്ട് അതിലിട്ടുകൊണ്ടാണ് കൊന്നത്. ഏതാണ്ട് 20,000 മുതൽ 40,000 ആളുകളെ കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അബീസീനിയ, അതായത് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് എത്യോപ്യ. അബീസീനിയയിലെ നജ്ജാഷി രാജാവിനെ ഈ വിവരം അറിയിച്ചു. നജ്ജാഷി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. നജ്ജാഷി യമനിലേക്ക് സൈന്യത്തെ അയച്ചു. 70,000 ഭടന്മാർ അബീസീനിയക്കാരായിരുന്നു. ഇതിൻ്റെ നേതൃത്വം അബ്രഹത്തിനായിരുന്നു. ദൂനവാസ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതോടെ ജൂത ഭരണം അവസാനിച്ചു. യമൻ അബീസീനിയയുടെ ഭാഗമായി മാറുകയും ചെയ്തു. അപ്പോൾ നജ്റാൻ എന്ന് പറഞ്ഞാൽ സൗദിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യമാണ്. നജ്റാൻ എന്താക്കി? ഹറം ആയിട്ട് പ്രഖ്യാപിച്ച് മക്കയിലെ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി അബ്രഹത്ത് എന്ന് പറയുന്ന ഗവർണർ നജ്ജാഷി സമ്മതിച്ചു. അബ്രഹത്ത് പറഞ്ഞപ്പോൾ നജ്ജാഷി സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യമൻ അറേബ്യയിൽ ക്രിസ്തുമതം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് ഉണ്ടാകുന്നത്, പുറപ്പെടുന്നത്, യമനും പിന്നെ അറേബ്യയിലേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ അറേബ്യയിൽ ഈ കഅബ ഉള്ളത് കൊണ്ട് അവിടെ നല്ല കച്ചവടങ്ങളും അതുപോലെ തന്നെ ആളുകൾ വന്ന് കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥിതി നേരെ യമനിലേക്ക് മാറ്റാനാണ് അബ്രഹത്ത് ശ്രമിച്ചത്. അതിനായി സയ്യ, അതായത് സെന്ന എന്ന് പറഞ്ഞത് പിന്നെ യമൻ്റെ തലസ്ഥാനമാണ്. സെനയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി, ചർച്ച് ഉണ്ടാക്കി മക്കയിലെ ആളുകളെ ഈ ചർച്ചിലേക്ക് മാറ്റാൻ ഏർപ്പാട് ചെയ്യാൻ പോവാണ്. പരസ്യമായി പ്രഖ്യാപനം ഉണ്ടാക്കി. എന്തെന്ന് പറഞ്ഞിട്ട്, കഅബ പൊളിക്കാൻ പോവുകയാണ്. എല്ലാ അറബികളും ഖുറൈശികളും യമനിൽ വന്നിട്ട് വേണം പിന്നെ ആ ചർച്ചിലാണ് എന്ത് ചെയ്യേണ്ടത്, ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കാൻ പോകുന്ന പോലെ പുണ്യസ്ഥലമായിട്ട് അവർ പോകണമെന്ന് ഈ അബ്രഹത്ത് പ്രഖ്യാപിച്ചു. ഇത് അറബികളെ പ്രകോപിപ്പിച്ചു. അപ്പം അതിൽ ദേഷ്യം വന്ന ഒരു അറബി, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരു അറബി ആ ചർച്ചിൽ, അബ്രഹത്തുണ്ടാക്കിയ ആ ചർച്ചിൽ മലമൂത്ര വിസർജനം നടത്തി, പള്ളി അശുദ്ധമാക്കി.
ഇതറിഞ്ഞ അബ്രഹത്ത് കഅബയുടെ വിശ്വാസികൾ ചർച്ചിനെ അവിശുദ്ധമാക്കിയെന്ന് പറഞ്ഞു നടന്നു. കഅബ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കഅബ പൊളിക്കാൻ വേണ്ടി തന്നെയാണ് അബ്രഹത്തിൻ്റെ തീരുമാനം. ഇത് ഏതാണ്ട് ക്രിസ്തുവർഷം 570-571 ഈ സംഭവം നടക്കുന്നത്. അബ്രഹത്ത് 60,000 ഭടന്മാരെ അതുപോലെ തന്നെ ആനകളെയും എന്താക്കി കൊണ്ട് കഅബയുടെ അടുക്കലേക്ക് കഅബ പൊളിക്കാൻ വേണ്ടി യമനിൽ നിന്നും പുറപ്പെടുകയാണ്. വഴിക്ക് വെച്ച് പലരെയും ആക്രമിച്ച് അബ്രഹത്ത് പരാജയപ്പെടുത്തുകയുണ്ടായി. അബ്രഹത്ത് മക്കയുടെ അടുത്തേക്ക് വരുമ്പോൾ 200 ഒട്ടകം നബിയുടെ വല്യാപ്പ, അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ ആയിട്ടുണ്ടായിരുന്നു. ആ 200 ഒട്ടകത്തെ അബ്രഹത്ത് പിടിച്ചു വെച്ചു. എന്നിട്ട് അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് ആളയച്ചു. നമ്മൾ യുദ്ധം ചെയ്യാനല്ല വന്നത്, കഅബ പൊളിച്ചൊടുക്കുവാനാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ആ 200 ഒട്ടകം എൻ്റേതാണ്. കഅബ അള്ളാഹുവിൻ്റെ ഭവനമാണ്, അത് അവൻ്റെ സംരക്ഷിച്ചോളൂ. നിങ്ങൾ കഅബ പൊളിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തോളൂ, അത് എനിക്കൊന്നും പ്രശ്നമല്ല. എൻ്റെ ഒട്ടകത്തെ എന്താക്കണം, എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഒട്ടകം കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹത്തിൻ്റെ അബ്ദുൽ മുത്തലിബിൻ്റെ മേലുള്ള ആ ഇതുണ്ടല്ലോ, എന്താ പറയുക, മതിപ്പില്ലാതായി. ഇത്ര നല്ലൊരു ഗാംഭീര്യമുള്ളൊരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കഅബ പൊളിക്കുന്നതിൽ വിരോധമില്ല, എൻ്റെ 200 ഒട്ടകത്തെ കൊണ്ട് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം മന്ദിരത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ലെന്ന് ചോദിച്ചു. ഇല്ല, മന്ദിരത്തിൻ്റെ കാവൽക്കാരൻ ആരാണോ അവൻ അത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. അതായത് കഅബയുടെ. ഒട്ടകത്തിൻ്റെ റബ്ബ് ഞാനാണ് എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. കഅബയുടെ നാഥൻ കഅബയെ സംരക്ഷിക്കും. അബ്ദുൽ മുത്തലിബ് എല്ലാവരോടും മലയുടെ മുകളിലേക്ക് പോകാൻ കൽപ്പിച്ചു. അബ്ദുൽ മുത്തലിബ് കഅബ പിടിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. കഅബത്തിൻ്റെ അകത്ത് ഏതാണ്ട് 360 വിഗ്രഹങ്ങളുണ്ടെന്ന് ഓർമ്മിക്കണം. കഅബ പിടിച്ചിട്ട് അള്ളാഹുവിനോടാണ് ദ്വാരക്കുന്നത് ഈ കഅബ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കണം, അവർക്കെന്തെങ്കിലും വലിയ വിഷമം വരുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ അവർ അവരുടെ വിഗ്രഹങ്ങളെയാണ് ആരാധിച്ചു പോകുന്നത്. അപ്പോൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, ഒപ്പം തന്നെ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കൂട്ടരായിരുന്നു ഈ ഖുറൈശികൾ. അപ്പോൾ എല്ലാവരും മലയുടെ മുകളിലേക്ക് പോയി. അപ്പോൾ അതിൽ ഒരാന, പടയാന, അങ്ങനെ കഅബക്കുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഇരുന്ന് കളഞ്ഞു. പെട്ടെന്ന് ഇരുന്ന് കളയുക മാത്രമല്ല, ആനയെ എങ്ങനെ നോക്കിയിട്ടും കഅബത്തിൻ്റെ ദിശയിലേക്ക് തിരിച്ചിട്ട് നടക്കുന്നില്ല. ആന മറ്റു പല ദിശകളിലേക്കും തിരിയുന്നുണ്ട്, കഅബത്തിൻ്റെ ദിശയിലേക്ക് തിരിയുന്നില്ല. അപ്പം അങ്ങനെ ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു കൂട്ടം പക്ഷികളെ കൂട്ടമായി ആകാശത്തിൽ വന്ന് കല്ലുകൾ ഈ അബ്രഹത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ആനയുടെയും മേലെ വർഷിച്ചു. ഒരു തരം കല്ലുകൾ. ആ കല്ല് സിജ്ജീൻ എന്ന് പറയുന്ന ചുട്ടുപഴിപ്പിച്ച ചൂളക്കല്ലാണ്. ഈ ചുട്ടുപഴിപ്പിച്ച ചൂളക്കല്ലിനെ പറ്റിയിട്ട് സൂറത്തുൽ ഹൂദിൽ 82-ാമത്തെ വചനമായിട്ട് സിജ്ജീൽ എന്നൊരു വാക്ക് വരുന്നുണ്ട്. അത് ലൂത്ത് നബിൻ്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു എറിഞ്ഞിട്ടുള്ള കല്ലാണ് സിജ്ജീൻ എന്ന് പറയുന്ന കല്ല്. അപ്പോൾ സൂറത്ത് ഹൂദിൽ 82-ാമത്തെ ആയത്തിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട് നടത്താം. അപ്പോൾ പക്ഷികൾ കൂട്ടം കൂട്ടമായി ആകാശത്തിൽ വന്ന് കല്ലുകൾ നിക്ഷേപിച്ചു. കല്ലുകൾ കൊണ്ട് പക്ഷികൾ ആ സൈന്യത്തെ ഒന്നിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ യമനിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർ ഓരോരുത്തരായി വഴിയിൽ മരിച്ചു വീഴുകയാണ് ചെയ്തത്.
ഈ കല്ലിൻ്റെ എന്തോ വിഷാംശം കലർന്ന കല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ കല്ലാണ് ഇവരുടെ ശരീരത്തിൽ തട്ടി വ്രണമായി അവരൊക്കെ തന്നെ ഓരോ ഭാഗത്ത് വെച്ച് വീണ് മരിക്കുകയാണ് ചെയ്തത്. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഹറമിൻ്റെ, കഅബത്തിൻ്റെ ചുറ്റുമുള്ള ഹറമിൻ്റെ പരിധിയുടെ പുറത്താണ് സംഭവിക്കുന്നത്. ഹറമിലേക്ക് അവരെന്തായിട്ടില്ല, കയറിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അബ്രഹത്തിന് അനുവദിച്ചിട്ടുമില്ല. ഇതാണ് ഈ കഅബ സംരക്ഷിച്ചിട്ടുള്ള ഈ സൂറയുടെ സംക്ഷിപ്തമായ വിവരണം. ഇനി നമുക്ക് സൂറയിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഇതാണ് ആ 5 ആയത്തിൻ്റെ ഖിറാഅത്ത്. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം. ഇവിടെ ആദ്യം അലം തറ. അലം ആന്നുള്ളത് ചോദ്യവാക്കാണ്. ആണോ, ഉണ്ടോ. ലം എന്ന് പറഞ്ഞത് ഇല്ല എന്നാണ്. ഇല്ല എന്ന വാക്കാണ് ലം കൊണ്ടുവരുന്നത്. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. കണ്ടു. യറ എന്ന് പറഞ്ഞാലോ അവൻ കാണുന്നു. അപ്പം അറഅയ്തൽ അലം തറ എന്ന് പറഞ്ഞാൽ അലം തറ നീ കണ്ടുവോ, നീ കണ്ടില്ലേ. കൈഫ എങ്ങനെ. ഫഅല ചെയ്തു. റബ്ബുക നിന്റെ റബ്ബ്. ബി കൊണ്ട്. അസ്ഹാബിൽ ഫീൽ ആനക്കാരെ കൊണ്ട്. അപ്പം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്തതെങ്ങനെയാണെന്ന് നീ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ ആനക്കാരെ കൊണ്ട് എങ്ങനെയാണ് ചെയ്തത് എന്ന് ചോദിച്ചല്ലോ. റബ്ബ് ചെയ്തെന്ന് ചോദിച്ചു. ഇനി അലം, അതാ നേരത്തെ പറഞ്ഞ മായി തന്നെ ചോദ്യമാണ്. ആന്നുള്ളത് ചോദ്യമാണ്, ആണോ ഉണ്ടോ എന്ന്. അലം യജ്അൽ. ജഅല എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്കുക, ആക്കുന്നു. അലം യജ്അൽ കൈദ. കൈദ എന്ന് പറഞ്ഞാൽ തന്ത്രം, കുതന്ത്രം എന്നൊക്കെ പറയും. ഹും അവരുടെ. ഫീ തദ്ലീൽ എന്താക്കി? പിഴവിലാക്കിയില്ലേ എന്ന്. അതായത് അവരുടെ തന്ത്രം അള്ളാഹു പിഴവിലാക്കിയില്ലേ. അവൻ എന്ന് പറഞ്ഞത് ഇവിടെ അള്ളാഹു ആണ്. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അപ്പോൾ തന്ത്രം എന്തായിരുന്നു? ആനക്കാരെ കൊണ്ട് വന്നിട്ട് കഅബ പൊളിക്കലാണ് തന്ത്രം. ആ തന്ത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. യജ്അൽ എന്ന് പറഞ്ഞാൽ ആക്കുക, കൈദ തന്ത്രം, ഹും അവരുടെ, തദ്ലീൽ പിഴവിലാക്കുക. അപ്പോൾ അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ അങ്ങനെ ചോദിച്ചു. അതായത് ആനയുടെ ആളുകളോട് നിന്റെ റബ്ബ് ചെയ്തത് കണ്ടില്ലേ എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ, അറിഞ്ഞില്ലേ എന്നൊക്കെയാണ് ഇത് ചോദിക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ ക്രിസ്താബ്ദം 570 ജനിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷമാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 40-45 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സൂറ ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് സംഭവിച്ച ആ സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ട് കുറേ ആളുകൾ അന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇനി എന്താ പറഞ്ഞ മൂന്നാമത്തെ ആയത്തിൽ? അർസല അലൈഹിം ത്വയ്റൻ അബാബിൽ. അർസല അലൈഹിം അയക്കുകയും ചെയ്തു. അലൈഹിം അവരുടെ മേൽ. ത്വയ്റൻ പക്ഷികളെ.
അബാബീൽ കൂട്ടം കൂട്ടമായി. ഇപ്പോൾ വാ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത്ഫിൻ്റെ വാവാണ്. അവരെ എന്താക്കി തെളിലാക്കി പിഴവിലാക്കുകയും പിന്നെന്താക്കി അയക്കുകയും പക്ഷികളെ അയക്കുകയും അവരുടെ മേൽ കൂട്ടം കൂട്ടമായി. അപ്പം അവരുടെ മേൽ അവൻ കൂട്ടം കൂട്ടമായി ഒരു തരം പക്ഷികളെ അയക്കുകയും ചെയ്തു. ആനപ്പടയുടെ മേലിലേക്കാണ് ഈ പക്ഷികളെ എന്താക്കിയത്, അയച്ചത്. അപ്പോൾ നാലാമത്തെ ആയത്തിലേക്ക് വരാം. തെർമീഹിം. എന്താണ് തെർമീഹിം എന്ന് പറഞ്ഞാൽ? റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ് അർത്ഥം. തെർമീഹിം എന്ന് പറഞ്ഞാൽ അവ അവരെ എറിഞ്ഞിരുന്നു, എറിഞ്ഞും കൊണ്ട് എന്ന് അർത്ഥം. അവ അവരെ എറിഞ്ഞിരുന്നു. തെർമീഹിം ബി കൊണ്ട്, ഹിജാറത്ത്. ഹിജാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലുകൾ കൊണ്ട്. മിൻ ഇൽ എന്നുള്ള സിജ്ജീൽ കൊണ്ടുള്ള കല്ലുകൊണ്ടാണ് എറിഞ്ഞത്. ആരെ? ഈ ആനപ്പടയെ പക്ഷികൾ അയച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കല്ലുകൾ എറിഞ്ഞു, സിജ്ജീൽ കൊണ്ടുള്ള. അപ്പോൾ അവരെ ചൂള വെച്ച ഇഷ്ടികക്കല്ല് കൊണ്ട് എറിഞ്ഞിരുന്നു. ചൂള വെച്ച ഇഷ്ടികക്കല്ല് കൊണ്ട് എറിഞ്ഞിരുന്നു. ഇതേമായിട്ടുള്ള ഒരു എറിയലാണ് ലൂത്ത് നബിൻ്റെ ജനതയുടെ മേലിലേക്ക് സിജ്ജീൽ എന്ന് പറയുന്ന കല്ലെറിഞ്ഞിട്ട് ആ രാജ്യത്തെ ഒന്നായിട്ട് അടിമേലെ മറിച്ചത്. അപ്പം ചുട്ടെടുത്ത കളിമണ്ണ് കല്ലിനാണ് എന്ത് പറഞ്ഞത്? സിജ്ജീൽ എന്ന് പറയുന്നത്. ഇനി തെർമീം ബിജാറത്തും മിൻ സിജ്ജീൽ. ഫജഅലഹും. എന്താണ് ഫജഅലഹും എന്ന് പറഞ്ഞാൽ ആക്കി. കാസ്ഫ്. ഹസ്ഫ് എന്ന് പറഞ്ഞാൽ ഈ വൈക്കോൽ. മഅ്കൂൽ എന്ന് പറഞ്ഞാൽ തിന്നപ്പെട്ട അഥവാ ചവച്ചരക്കപ്പെട്ട. അപ്പം എന്തായി? ഈ സംഭവം കല്ലെടുത്ത് എറിഞ്ഞ സമയത്തിൽ ഫജഅലഹും, അങ്ങനെ എന്നിട്ട് അവൻ അവരെ ആക്കി കാസ്ഫിം വൈക്കോൽ തുരുമ്പ് പോലെ, മൗക്കൂൽ തിന്നപ്പെട്ട. അപ്പം തിന്നപ്പെട്ട, അങ്ങനെ അവൻ തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കി. ആളുകളൊക്കെ തന്നെ യമനിലേക്ക് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ വെച്ചെന്തായി? മരിക്കാൻ തുടങ്ങി. തായിഫിലൂടെയായിരുന്നു അബ്രഹത്തെ ആക്രമിക്കാൻ വന്നത്. അപ്പോൾ തായിഫിലൊരു ക്ഷേത്രവും അതുപോലെ തന്നെ ലാത്തയുടെ വിഗ്രഹവും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ച് തായിഫിലുള്ള ഈ ക്ഷേത്രത്തെ അബ്രഹത്ത് എന്താക്കും? ആക്രമിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെയല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഅബ മക്കയിലാണ്, അങ്ങോട്ടുള്ള വഴി ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അബ്രഹത്തിൻ്റെ കൂടെ ഒരാളെ അങ്ങോട്ട് വിട്ടു. വഴിയിൽ വെച്ച് അദ്ദേഹം എന്തായി? മരിച്ചു. അബ്രഹത്ത് യാത്ര തുടർന്നു, കഅബയെ ആക്രമിക്കാനുള്ള പ്ലാനുമായി മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെ ഈ സൂറത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹിൻ്റെ സംരക്ഷണത്തിലാണ് കഅബ. അത് നശിപ്പിക്കാൻ അള്ളാഹു ഒരിക്കലും എന്താവില്ല, അനുവദിക്കപ്പെടുകയില്ല. മാത്രമല്ല അള്ളാഹുവിൻ്റെ കുതിർത്ത് കൊണ്ട് പക്ഷികളെ അവരുടെ ചുണ്ടിൽ ചൂള വയ്ക്കപ്പെട്ട സിജ്ജീൽ കൊണ്ടുള്ള കല്ല് കാലിലും ചുണ്ടിലും ഒക്കെ വെച്ച് പറന്ന് വന്ന ഈ കൂട്ടം പക്ഷികൾ, കൂട്ടമായിട്ടാണ് പക്ഷികൾ വന്നത്. അവർ വർഷിച്ച കല്ലുകൾ മുഴുവനും ഈ ഭടന്മാരുടെയും ആനയുടെയും മുകളിൽ വീഴുകയും അവ പാടെ നശിക്കുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ ചരിത്ര സംഭവം. ഇപ്പോൾ ചരിത്ര സംഭവം നമുക്ക് മനസ്സിലായി. അബ്രഹത്ത് കഅബയെ ആക്രമിക്കാൻ വന്നത് അവൻ പരാജയപ്പെട്ടു, പക്ഷികളുടെ കല്ലേറ് കുടുങ്ങി അവരെന്തായി? തിരിച്ചു പോകുമ്പോൾ വഴിയിൽ വെച്ച് ഓരോരുത്തരായിട്ട് പാടെ നശിച്ച് വീഴുകയാണ് ഉണ്ടായത്. ഇനി നമുക്കിതിൻ്റെ തജ്വീദ് നിയമത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം മീമിന് സുക്കൂനുണ്ട്. അപ്പം ചുണ്ടെന്താക്കണം? ഒന്ന് പൂട്ടണം. അലം തറ. അപ്പോൾ ഇൽഹാറാണ് അവിടെ. സാക്കിനായ മീമിന് ശേഷം താ വന്നതുകൊണ്ട് ഇൽഹാർ ചെയ്യണം. അലം തറ കൈഫ. കൈഫ എന്നുള്ളത് യാക്ക് എന്തുണ്ട്? യാക്ക് സുക്കൂനുണ്ട്. തൊട്ട് മുമ്പിൽ ഫതഹ് വന്ന് കിടക്കുക.
പിന്നെ ഫ കൈഫ. അപ്പോൾ അത് ഹുറൂഫുൽ ലീനിൻ്റെ അക്ഷരങ്ങളാണ്. കൈഫ, ഫഅല, ഫഅല അതിനാണ് കേട്ടോ. ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അസ്ഹാബ് എന്നുള്ളത് സ്വാദാണ്. അസ്ഹാബിൽ ഫീൽ. ഫീൽ എന്നുള്ളടത്ത് നോക്കിയാൽ കാണാം ഫീലി എന്നാണ്. അതിനെ സുക്കൂനിട്ട് ആരിലാക്കി മദ് ആരിലായിട്ട് ഫീൽ 2-4 ഹർക്കത്ത് വരെ നീട്ടി വെക്കാം. ഫീൽ. ഇനി അടുത്ത് അലം. അവിടെ തന്നെ മീമു സാക്കിനായ മീമു വന്ന് ചുണ്ട് പൂട്ടണം. അലം യജ്അൽ. യജ്അൽ അവിടെ ലാമിന് സുക്കൂന് വന്നിക്കണ്. അപ്പം എന്താക്കണം? യജ്അൽ ഇൽഹാർ ചെയ്യണം അവിടെ. കൈദഹും. കൈദഹും മീമിന് സുക്കൂന്. ഫീ അവിടെ 2 ഹർക്കത്ത് ഫീനെ നീട്ടണം. തള്ളിൽ. തള്ളിൽ മദ് ആരിതാണ്. 2, 4, 6 ഹർക്കത്ത് വരെ തള്ളിൽ എന്നുള്ളത് നീട്ടണം. വ അർസല അലൈഹിം. വ അർസല റോക്ക് നമ്മുടെ അവിടെ തഫീം ചെയ്യണം. വ അർസല അലൈഹിം മീമിന് സുക്കൂന് വന്ന് വീണ്ടും. ത്വൈറൻ. ത്വൈറൻ റാക്ക് തെൻവീനാണ് അല്ലേ? 10 തെൻവീൻ വന്നിരിക്കുന്നത്. ത്വൈറൻ. പിന്നെ വന്നത് അബാബീൽ ഹംസയാണ്. അപ്പോൾ അവിടെ ഹൽക്കിൻ്റെ അക്ഷരമാണ് വന്നത്. അതുകൊണ്ട് എന്താക്കണം? ത്വൈറൻ. ത്വൈറൻ ആ നൂനിൻ്റെ ശബ്ദത്തെ കേൾക്കണം. ത്വൈറൻ അബാബീൽ. ത്വൈറൻ അബാബീൽ. ത്വൈറൻ അബാബീൽ എന്നുള്ളത് ത്വൈറൻ ആ എന്നുള്ളിടത്ത് നമ്മൾ ഇൽഹാർ ചെയ്യണം. അബാബീൽ. അബാബീൽ മദ് ആരിതാണ്. അബാബീൽ എന്നുള്ളത് മദ് ആരിതായിട്ടാണ്. 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടാം. തർമീഹിം. റാ എന്താണ്? തർ. തർമീഹിം റാക്ക് സുക്കൂന് തൊട്ട് മുമ്പിലുള്ളത് ഫതഹാണ്. പിന്നെ മുഹഫഫായിട്ട് അഥവാ തഫീമായിട്ട് ഉച്ചരിക്കണം. തർമീഹിം ബി. മീമിന് ശേഷം ബാ വന്നിക്കണ്. അപ്പം എന്താക്കണം? മീമിനെ ബാനോട് ചേർക്കണം. ഇഖ്ഫാ ചെയ്യണം എന്നർത്ഥം. തർമീഹിം ബി ഹിജാറത്തിൻ. ഹിജാറത്തിൻ തെൻവീനാണ് അവിടെ അല്ലേ? തെൻവീൻ കണ്ടിട്ട് പിന്നെ വരുന്നത് നൗമിലെ ഒരു അക്ഷരമായിട്ടുള്ള മീമാണ്. അപ്പം എന്താക്കണം? ഇദ്ഗാം ബി ഉന്ന കാമിലാണ് അവിടെ. ബി ഹിജാറത്തിൻ മിൻ സിജ്ജീൽ. സിജ്ജീൽ എന്നുള്ളിടത്ത് മദ് ആരിലാണ്. കാരണം ലാമിന് സുക്കൂന് കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് യാണ്. ആരിൽ എന്ന് പറഞ്ഞാൽ ആയോ യായോ വാവോ സുക്കൂനോട് കൂടി വരുമ്പോഴാണ് പിന്നെ ആയോ യായോ വാവോ അവസാനത്തെ മദ് സുക്കൂനുള്ള അക്ഷരത്തിന് തൊട്ട് മുമ്പ് വന്നാൽ അത് മദ് ആരിതാണ്. ഫജഅലഹും. ഹും എന്നുള്ളിടത്ത് അവിടെ എന്തിൻ്റെ മീമിന് സുക്കൂനാണ്. പിന്നെ കാസ്ഫീം എന്നാണ്. അപ്പോൾ അവിടെ എന്താക്കണം? ഇൽഹാർ ചെയ്യണം. ഫജഅലഹും കഅസ്ഫിം. അവിടെ തെൻവീനാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ തെൻവീന് ശേഷം വന്നത് മീമാണ്. മീമിന് ശബ്ദമുണ്ട്. അപ്പം കഅസ്ഫിം മൗകൂൽ. ഇദ്ഗാം ബി ഉന്ന കാമിലാണ്. കഅസ്ഫിം മൗ എന്നുള്ളടത്ത് പിന്നെ മഅ്കൂൽ. കൂൽ എന്ന് പറഞ്ഞത് എന്താണ്? മദ് ആയതാണ്. അപ്പോൾ ഈ സൂറത്തിലെ എല്ലാ വഖഫുകളും അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ ബി അസ്ഹാബിൽ ഫീൽ, പിന്നെ തദ്ലീൽ, അബാബീൽ, സിജ്ജീൽ, മൗകൂൽ ഇവയെല്ലാം തന്നെ മദ് ആയതാണ്. 2, 4, 6 ഹർക്കത്ത് വരെ ഇവ നീട്ടാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു കർമ്മം സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുകയും അതിനുള്ള പ്രതിഫലം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി പഠിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد.